മലപ്പുറം പാങ്ങിൽ യുവാവിനെ കാണാതായതിൽ ദുരൂഹത സംശയിച്ച കുടുംബവും സുഹൃത്തുക്കളും ഇക്കഴിഞ്ഞ ഡിസംബർ 5-ാം തീയതിയാണ് പടിഞ്ഞാറയിൽ മുഹമ്മദ് ഇജിലാലിനെ കാണാതായ ദിവസം രാത്രി ആയുധങ്ങളുമായി എത്തിയ സംഘം യുവാവിനെ അപായപ്പെടുത്താൻ ശ്രമിച്ചെന്ന് മുഹമ്മദ് ഇജിലാലിൻ്റെ സുഹൃത്ത് 24-നോട് പറഞ്ഞു. അവൻ്റെ വീട്ടിൽ എൻ്റെ അടുത്തേക്ക് വന്നിരുന്നു. പിന്നെ അവിടെ തിരിച്ചു പോകുമ്പോഴാണ് കുറേ ബൈക്കുമ്പോൾ ആൾക്കാർ വന്നിട്ട് ഞങ്ങളെ ബൈക്കിന് തട്ടി. അപ്പോൾ ആ ടൈമിൽ അവൻ വണ്ടി വന്ന് ഇറങ്ങി ഓടി രക്ഷപ്പെടുന്നത്. അല്ലാന്ന് വെച്ചെങ്കിൽ ഇവരെ ഈ വന്ന ആളുകളെ കയ്യിൽ കുറേ ആയുധങ്ങളും വടിയും കത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഗണ്ണൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞു കേട്ടേ, കറക്റ്റ് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അവരെ കൂടെ വന്നേക്കിന് ഇപ്പോൾ ഇറങ്ങി പോവുകയത്. പിന്നെ അതിന് ശേഷം ഒരു മുക്കാൽ മണിക്കൂറോളം അവൻ്റെ ഫോൺ ഓണാണ്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവൻ്റെ ഫോൺ ഓഫാണ്, ഇതുവരെ ഓണായിട്ടില്ല. തിരൂരിൽ നിന്ന് സമീർ ബിൻ കരീം കൂടി ശരിയാണ്. സമീർ, ഗുഡ് മോർണിംഗ്. സമീർ പറയൂ. വെരി ഗുഡ് മോർണിംഗ് എസ്കേൻ. ഈ മലപ്പുറം പാങ് സ്വദേശിയായിരിക്കുന്ന 22-കാരൻ മുഹമ്മദ് ഇജിലാനെ കാണാതായതുമായി ബന്ധപ്പെട്ട് ദുരൂഹത ആരോപിക്കുകയാണ് ഇപ്പോൾ കുടുംബവും സുഹൃത്തുക്കളും എന്നുള്ളതാണ്. ഇക്കഴിഞ്ഞ ഡിസംബർ 5-ാം തീയതിയാണ് ഈ യുവാവിനെ കാണാതാകുന്നത്. പിന്നീട് യുവാവിനെ കുറിച്ച് ഒരു വിവരവുമില്ല എന്നുള്ളതാണ് ബന്ധുക്കൾ പറയുന്നത്. ആ കാണാതാവുന്ന അന്നേ ദിവസം രാത്രിയിൽ ഈ ഒരു 10ഓളം വരുന്ന സംഘം ആയുധങ്ങളുമായി എത്തി ഈ യുവാവിനെ അപായപ്പെടുത്താനുള്ള ശ്രമം നടത്തി എന്നുള്ളതാണ്. ആ സമയത്ത് ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിന്റെ സംസാരമാണ് നമ്മളിപ്പോൾ കേട്ടത്. അങ്ങനെ ആ സംഘത്തിൽ നിന്നും ഓടി രക്ഷപ്പെട്ട യുവാവിനെ കുറിച്ച് പിന്നീട് ഒരു വിവരവും ഉണ്ടായില്ല എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പറയപ്പെടുന്നത്. ഈ യുവാവിനെ ഒരു പെൺകുട്ടിയുമായി പ്രണയത്തിലായിരുന്നു. ആ പ്രണയത്തിലായ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട ആളുകളാണ് ഈ അപായപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് ഈ സുഹൃത്ത് ആരോപിക്കുന്നത്. മാത്രമല്ല ഇവരുടെ കസ്റ്റഡിയിൽ ഒരു പക്ഷേ ഉണ്ടായേക്കാമെന്നുള്ള ഒരു സംശയവും ഈ കുടുംബവും സുഹൃത്തുക്കളും പങ്കുവെക്കുകയാണ്. കേസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ, കൊളത്തൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ യുവാവിനെ കണ്ടെത്താൻ കഴിയാത്തത് വലിയൊരു ആശങ്കയായി തന്നെ തുടരുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.